ഹായ് ഫ്രണ്ട്സ്, രുദ്രാർദ്ര 2022 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന, നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കും, നമ്മുടെ ഗെയിമിങ്ങിലൂടെ പേയ്മെൻറ്റ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ്, അതായത് വയനാടൻ ബ്ലോഗ്സ്, അതുപോലെ മല്ലു ഫാമിലി, ഫാസ്മിന സക്കീർ, ഇവരുടെയൊക്കെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പോലീസ് പൂട്ടിച്ചു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടുവരുന്നു, റിയാക്ഷൻ വീഡിയോസ് ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ എൻ്റെ ഒരു അഭിപ്രായം ജസ്റ്റ് ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത്. ഇത് ചെയ്യേണ്ട, ഇങ്ങനൊരു വീഡിയോ ഒന്നും ചെയ്യുന്നില്ല എന്ന് തന്നെ വിചാരിച്ചിരിക്കുമായിരുന്നു. എന്നാലും ഇപ്പം വീണ്ടും ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഈ വിഷയം. ഇപ്പം നമ്മുടെ മല്ലു ഫാമിലിയിൽ നമ്മുടെ സുജിത്തിൻ്റെ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അതിൽ സുജിത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. കാര്യം ഇത്രയും ആളുകളെ ഒരു കുറ്റബോധമില്ല, വെച്ചാൽ ആളുകളെ ഇത്രയും തെറ്റിദ്ധരിപ്പിച്ചു, ഇത്രയും പേയ്മെൻ്റൊക്കെ ഉണ്ടാക്കിയിട്ട് പോലും യാതൊരുവിധ കുറ്റബോധവും ഇല്ലാതെ, അതിനെക്കുറിച്ച് യാതൊരുവിധ ഇതും ഇല്ലാതെ വന്നിരുന്ന് ഓപ്പണായിട്ട് വന്നിട്ട് ഉള്ളിയൊക്കെ വെച്ച് കരയുന്ന ഒരു സീനൊക്കെ ഉണ്ട്. നിങ്ങളതൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. നമുക്ക് നോക്കിയിട്ട് വരാം. ഓക്കെ, ഞാൻ വീട്ടിൽ കൊടുക്കണം. അപ്പോൾ അവരെ തമ്പലിനായിട്ട് ഉപയോഗിച്ചോട്ടെ, അല്ലടാ, അത് ഉപയോഗിച്ചോട്ടെ, കാരണം അവരുടെ സന്തോഷമാണ്. ഓക്കെ, ഇത് പല പേർക്കുള്ളൊരു വീഡിയോ ആണ്. ഓക്കെ, പറഞ്ഞു മാത്രം. ഓക്കെ, അത് ഞാൻ അവർക്ക് അത് വേണ്ടതാണ്. ഞാൻ കൈ കൂപ്പി നിന്ന് ഞാൻ കരയണതാണ് അവർക്ക് വേണ്ടത്. അപ്പം അത് ട്രോളൻ ആടുന്ന ഏട്ടന്മാർക്കും എൻ്റെ പെങ്ങന്മാർക്കും അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ തമ്പലേന്. അപ്പം ഇത് നിങ്ങൾ എടുത്തിട്ട് കറക്റ്റ് മാക്സിമം യൂസ് ചെയ്തോളും ഉണ്ടോ, കാരണം നിങ്ങൾക്കിതൊരു അവസരമാണ്. ഓക്കെ, അവിടെ തേക്കട്ടെ തിണ്ട. ഇങ്ങനെ പിടിച്ചിക്കണക്ക് ട്രോൾ ഉണ്ടാവട്ടെ ഞാൻ. അതെ, നിങ്ങൾ ആലോചിച്ച് നിങ്ങളും കൂടി നന്നാവട്ടെ എന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഞാൻ അതിന് മുന്നേ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ യൂട്യൂബ് വീഡിയോസ് എടുത്തിട്ട് ട്രോളുന്ന ആൾക്കാർക്ക് നമുക്കറിയാം, അതിന് സ്ട്രൈക്ക് കൊടുക്കാനൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇതുവരെ ഞാൻ ആരെങ്കിലും ചെയ്തിട്ടില്ല. ഒരാളെ മാത്രമേ ഞാൻ ഇതിൽ വിളിച്ചിട്ടുണ്ടാകുന്നുള്ളൂ, മറ്റേ ചെയ്യരുത് പറഞ്ഞിട്ട്. എന്തായാലും അവനും കൂടി എന്നെ ഇപ്പോൾ വീഡിയോ ചെയ്യുള്ളൂ. എടാ ബ്രോ, ഈ ഒരു വീഡിയോ നീ കൂടി ചെയ്തോ, കാരണം ഞാൻ അതിനൊരു അണക്കും കൂടി ചെയ്യാതിരിക്കണ്ടല്ലോ. ഓക്കെ, ഞങ്ങൾക്ക് ചേച്ചി നിങ്ങൾക്കൊന്ന് കരയാം. ഓൻ ചെയ്യും, ഓന് കണ്ടന്റാണ്. സുജിൻ പൊട്ടിക്കറിയുന്നു ഗൈസ്. അതെ, ഇങ്ങനെയെങ്കിലും നിങ്ങളിലൂടെയുള്ള ഇഷ്ടത്തിന്റെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കണ്ടോ? കണ്ണീര് ഒറ്റ, കാരണം അവരത് എഡിറ്റ് ചെയ്ത് വെക്കണ്ടല്ലോ. ഒറ്റ വയസ്സ് ഒന്നുകൂടി തെക്കല്ലേ, കാരണം വെള്ളം ശരിക്കാവണില്ല. ഇത് നമ്മൾ അറിഞ്ഞില്ലല്ലോ ഇങ്ങനത്തെ ട്രോളാണ് വരുന്നതെന്ന്, അല്ലെങ്കിൽ മുൻകൂട്ടി വാങ്ങിയേക്കാം. സിനിമ നടന്മാരൊക്കെ സമ്മതിക്കണല്ലേ? എന്റെ പൊന്നു മക്കളെ അടവന്ന് നടക്കരുത്. ഞാൻ അത് നിങ്ങൾ തൊഴുത് നിൽക്കട്ടെ, കാരണം സ്ക്രീൻഷോട്ട് അടിച്ചെന്നെ അടിച്ചോ. അവിടെ നിങ്ങൾക്ക് എഴുതുകയും ചെയ്യാം. സൂചിയും പോകണില്ല. ഇപ്പൊ നമ്മള് സൂചിയും പൊട്ടിക്കറിഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ പോയി എന്ന് പറഞ്ഞപ്പോൾ എഴുതിക്കൊണ്ടോ ആ കുട്ടി ഇതൊക്കെ ഞാൻ കരയണം ചോദിക്കുന്നു. കണ്ണിന് പോയോ? ഓക്കെ അല്ലേ? അയ്യോ ഗായ്സ്, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഗായ്സ്. എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്ത് കിട്ടണം ഗായ്സ്, പ്ലീസ്. ഇതാണ് ഞാൻ ഈ വീഡിയോന്റെ തുടക്കത്തേക്ക് കൊടുക്കുന്നുണ്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൊണ്ടത് കിട്ടിയില്ലേ എൻ്റെ മുന്നേ? ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ സുജിത്തിന്റെ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ.
അപ്പം ഈ വീഡിയോ പുറത്ത് വന്നതിന് ശേഷം തന്നെ ഒരു ട്രോള് വന്നിട്ടുണ്ട്, മീൻസ് ഒരു ഷോർട്സ് വന്നിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഇത് രണ്ടുമായിട്ട് ചേർത്തൊന്ന് സംസാരിക്കാവേ. പറഞ്ഞ കാര്യം മുതലാണ് ഇപ്പൊ വന്നിട്ട് നെഗളിക്കിനെ കണ്ടില്ലേ. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പൂട്ടിയിട്ടും അവന്റെ അഹങ്കാരത്തിന് ഒരു കുറവും, അഹങ്കാരത്തിന് കൈയും കാലും വെച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുള്ളൂ. ഇപ്പൊ കണ്ടു. മല്ലൂസിന്റെ ചാനലുണ്ടല്ലോ, ആദ്യകാല സമയത്തൊക്കെ ഞാൻ കാണുമായിരുന്നു. മീൻസ് ആദ്യകാലം എന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബൊക്കെ ഞാൻ ഈ റിയാക്ഷൻ ചെയ്യാൻ തുടങ്ങിയ സമയമല്ല ഉദ്ദേശിക്കുന്നത്. അതൊക്കെ കറക്റ്റ് കുറച്ച് നാൾക്ക് മുമ്പ് ഇവരുടെ ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് സുഖമില്ല, അതുപോലെ തന്നെ അവരാങ്ങളെയും പെങ്ങളും ഓട്ടോ ഓടിക്കുന്നത്, അതൊക്കെ പറയുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. ആ ടൈമിലൊക്കെ നമ്മൾ ഇവരുടെ വീഡിയോസ് കാണുമായിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമായിരുന്നു, നമ്മൾ ഫോളോ ചെയ്യുമായിരുന്നു, നല്ല ഇതായിരുന്നു. അതിനുശേഷം കുറച്ചൊക്കെ വന്നപ്പോഴത്തേക്കിന് വീഡിയോസ് കണ്ടപ്പോഴത്തേക്കും കുറച്ചൊരു ധാർഷ്ട്യം പോലെ ഫീൽ ചെയ്തു, എല്ലാവരോടും ഒരു വെറുപ്പ് പുച്ഛം പോലെ ഫീൽ ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും VR in Love, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചാനലുകളായിരുന്നു. എനിക്ക് യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കാണണം, ഭയങ്കര അവരോടൊക്കെ ഒരു പ്രത്യേക ഒരു രീതിയായിരുന്നു, ഇഷ്ടമായിരുന്നു. ഇവരെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ പ്രത്യേക ഒരു ഇഷ്ടമൊക്കെ ആയിരുന്നു. പക്ഷേ ഓരോ ദിവസവും കഴിയും തോറും ഇവർക്ക് യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് ഒക്കെ കൂടി വന്നപ്പോഴത്തേക്കിന് ഇവരല്ലാതായി മാറിയെന്നൊരു സംശയം. ഇത് എൻ്റെ മാത്രം തോന്നലായിരിക്കും, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാലോ. ഓക്കെ. പിന്നെ അതുപോലെ ഞാൻ കാണുന്ന ഒരു ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നുള്ള നമ്മുടെ ദീപ്തി ടീച്ചറിൻ്റെ ചാനലിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ കാണാത്ത വീഡിയോസൊക്കെ കാണും കേട്ടോ, എപ്പോഴും കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്, ഭയങ്കര ഇഷ്ടമാണ്. ആ ചാനൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ ഇപ്പം ഈ ചാനലുകൾ, അതായത് മീൻസ് ഈ മല്ലൂസിൻ്റെ ചാനലൊന്നും ഞാനിപ്പോൾ കാണുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, അവരൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കിന് യൂട്യൂബിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും കാണുന്ന ആ ഒരു വ്യൂ ആണല്ലോ അവർക്ക് ഇൻകം ആയിട്ട് വരുന്നത്. പക്ഷെ എന്നിട്ട് പോലും ഒരു പുച്ഛത്തോടെയാണ് അവരെല്ലാവരെയും കാണുന്നത്. അത് വന്നപ്പോഴത്തേക്കും നമുക്ക് അതിനോടൊരു എതിർപ്പ് വന്നു. ഓക്കെ, ഞാനതൊന്നും പറയാനല്ല വന്നത്. നമ്മുടെ ഓരോ ആപ്പ് നിങ്ങൾ പരിചയപ്പെടുത്തുമ്പോഴും അതിനകത്തുള്ള വിശ്വാസ്യത എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കണം. കാര്യം സാധാരണക്കാർ നിങ്ങളെ വിശ്വസിച്ചാണ് ഈ ഒരു ആപ്പിലേക്ക് ചെന്നപ്പെടുന്നത്. അത് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിക്കണം. നമ്മൾ വളരെ സാധാരണക്കാരാണ്. അവരാണ് ഫസ്ന സക്കീറിൻ്റെ ഒരു വെഡിങ് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ഒരു വീഡിയോ കണ്ടായിരുന്നു. ഞാൻ ഈ ആപ്പ് ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ വള്ളി നിക്കറിട്ടുകൊണ്ട് മണ്ഡപത്തിൽ കയറേണ്ടി വന്നത്. അങ്ങനെ അവർ ഉപയോഗിച്ചിട്ടാണ് അവർ ആ ആപ്പിനെ ഇത് ചെയ്തത്. ഗെയിമിംഗ് ആപ്പ്, നിങ്ങൾ കളിക്കൂ, നിങ്ങൾക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാം, കോടികൾ സമ്പാദിക്കാം, ഞാൻ കണ്ടോ എനിക്ക് ഇത്രയും രൂപ കിട്ടി, നിങ്ങൾക്ക് അങ്ങനെ കിട്ടും, കാർ മേടിക്കാം, വീട് മേടിക്കാം, വില കൂടിയ ആഡംബര ഡ്രസ്സുകളും ഓർണമെന്റ്സും മേടിക്കാം എന്നൊക്കെ പറയുമ്പോഴത്തേന് സാധാരണക്കാർ എന്ത് ചെയ്യും, ആ ഒരു വലയിലേക്ക് വീണു പോകും. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട, നിങ്ങളെ വിശ്വസിച്ചാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കേരളം സാക്ഷരതയിൽ 1ാം സ്ഥാനത്തുള്ള നമ്മുടെ കേരളത്തിൽ പോലും നമ്മൾ ഓരോ ഫിലിമിൻ്റെ ഇടയ്ക്ക് ഞാനൊരു റിയാക്ഷൻ വീഡിയോയിൽ കണ്ട, കറക്റ്റാണ് ആ ചേച്ചി അതിൽ ഉപയോഗിക്കുന്ന വേർഡ് കറക്റ്റാണ്. നമ്മളൊരു ഫിലിം കാണുമ്പോൾ ഇടയ്ക്ക് ഒരുപാട് പരസ്യങ്ങൾ വരും അല്ലേ. നിങ്ങൾ ഇന്ന സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രമാത്രം ഗ്ലാമറാവും, നിങ്ങൾ സന്തൂർ മമ്മി, അതുപോലെ പിയേഴ്സിൻ്റെ സോപ്പുകളൊക്കെ നമുക്കറിയാം ഇത് സോപ്പാണ്, അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സംഭവം മാത്രം നമുക്കിത് പരസ്യമാണ്, ഈ ഫിലിമിനിടയ്ക്ക് വരുന്ന ഒരു പരസ്യം മാത്രമാണ് നമുക്കറിയാം. പക്ഷെ നമ്മൾ അതിനകത്തങ്ങ് വീണ് പോകുന്നില്ല. അതുപോലെ തന്നെയാണ് ഓരോ ബ്യൂട്ടി പ്രോഡക്ട്സിനെ പരിചയപ്പെടുത്തുന്നത്. ഈ പ്രൊമോഷൻ വീഡിയോസ്, അതായത് നമ്മുടെ ശ്രീവിദ്യ മുല്ലശ്ശേരിയുടെ ഒരു ഇതുണ്ടായിരുന്നല്ലോ, അതിനിടയ്ക്ക് വെച്ചിട്ടൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്തത്. അവർ ആ പ്രൊമോഷൻ വീഡിയോ ചെയ്യാനായിട്ട് ഉപയോഗിച്ച തമ്പനയിൽ ഞാനും നന്ദുവും ഇപ്പോൾ ഒരുമിച്ചല്ല എന്നൊരു തമ്പനയിലൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ആ പ്രൊമോഷൻ വീഡിയോ ചെയ്തത്. അപ്പോൾ അവർക്ക് പ്രൊമോഷൻ കൊടുക്കുന്ന ഐറ്റത്തിന് എങ്ങനെയെങ്കിലും അവർക്ക് ഇത് ചെയ്ത് കൊടുക്കണം, പ്രൊമോഷൻ ചെയ്ത് നല്ല ഇൻകം ഉണ്ടാക്കി കൊടുക്കാവുന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതിൽ അകപ്പെട്ടു വന്ന സാധാരണക്കാരെ അവർ ചിന്തിക്കുന്നില്ല. ഈ ഗെയിമിംഗ് ആപ്പിലൊക്കെ ഒരുപാട് പേയ്മെൻറ്റ് പോയ ഒരുപാട് സാധാരണക്കാരുണ്ട്. അപ്പോൾ അവരെയൊന്നും വഞ്ചിക്കാതിരിക്കുക. അവരാണ് നിങ്ങളുടെ നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കി തരുന്നത് ഈ സാധാരണക്കാരാണ്. അവർ ഓരോ വ്യൂ ആണ് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ കാത്തിരിക്കും. നിങ്ങളുടെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഷോർട്സ്, നിങ്ങളുടെ ലൈവ്, നിങ്ങൾ പരിചയപ്പെടുന്ന ഓരോ കാര്യങ്ങൾ, അതിൽ വിശ്വസ്യത ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക. നിങ്ങൾ അത്രമാത്രം വിശ്വസിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് അവരത് ചെയ്യുന്നത്. നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ ആ ആപ്പിലേക്ക് ചെല്ലുന്നതും ആ ആപ്പ് ഉപയോഗിച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എല്ലാം നഷ്ടപ്പെട്ട് ദുഃഖിക്കുന്നത് അപ്പോൾ നിങ്ങളിലുള്ള വിശ്വാസം കുറയുകയും നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കുറയും, നിങ്ങളുടെ വ്യൂസ് കുറയും, നിങ്ങളെ എതിർക്കുന്നവരുടെ എണ്ണം കൂടിയൊക്കെ ചെയ്യും. അതും കൂടെ നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളൊരു വസ്തു പരിചയപ്പെടുത്തുമ്പോൾ എത്രമാത്രം അത് സത്യമാണെന്ന് ഒരിക്കൽ കൂടി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളത് ചെയ്യാവൂ. എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. നമ്മുടെ ചാനലൊന്നും ഒരുപാട് വ്യൂസ്, എനിക്ക് തോന്നുന്നു നേരത്തതിൽ നിന്ന് ഇപ്പോൾ ഒട്ടും വ്യൂസ് ഒന്നും കിട്ടുന്നില്ല. ആരും ഫുള്ളായിട്ട് വീഡിയോസ് ഒന്നും വാച്ച് ചെയ്യുന്നില്ല. എന്താണ് പ്രശ്നം എന്നറിയില്ല. സാധാരണക്കാരുടെ വീഡിയോസ് ഒന്നും അങ്ങനെ പോകാറില്ല, അതുകൊണ്ടായിരിക്കും. ഓക്കെ, എന്തിരുന്നാലും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പറയണം തോന്നി. അതായത് അതിൽ ഓരോരുത്തരും എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഇപ്പം അമലാണെന്ന് തോന്നുന്നു റിയാക്ഷൻ ചാനൽ ചെയ്യുന്ന
അതിനെയാണെന്ന് തോന്നുന്നു എടുത്ത് പറയുന്നത്, നീയും വീഡിയോ ചെയ്യടാ, നീയും വീഡിയോ ചെയ്ത് രക്ഷപ്പെടും, അങ്ങനെയൊക്കെ പറയുന്ന ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ സ്മൃതിയുടെ ഒരു ഇത് കണ്ടായിരുന്നു ഞാൻ, ഇതിനെ റിയാക്ട് ചെയ്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാര്യം എന്തിനാ ഞാൻ ഇത്രയും ചെയ്തുള്ളൂ, നമ്മുടെ കിലുക്കത്തിലെ രേവതി ചെയ്യുന്ന കണക്ക് അവൻ്റെ തലക്കിട്ട് ഞാൻ ഒന്ന് കൊടുത്തു, ഞാൻ ഇത്രയും ചെയ്തുള്ളൂ എന്ന് പറയുന്നത് പോലെ ഞാൻ ആ ഫസ്റ്റിലത്തെ ഒരു ക്യാപ്ഷൻ ഉണ്ട്, ഞാൻ ജസ്റ്റ് അതൊന്ന് പ്ലേ ചെയ്യാം, എങ്ങനെയാണ് സ്മൃതി അത് അവതരിപ്പിക്കുന്നത്. പക്ഷെ സ്മൃതി ഇവരെ എഗെയിൻസ്റ്റ് ആയിട്ട് എതിർത്തോണ്ടാണ് പറയുന്നത്. പക്ഷെ തുടക്കത്തിൽ അത്രയും ഇത് കാണുമ്പോൾ എനിക്ക് മല്ലൂസിനെ അനുകൂലിച്ചാണ് ഇവർ പറയുന്നതെന്ന് തോന്നും. കാര്യം വിഷമിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ആ സ്മൃതിക്ക് ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ഞാൻ എന്നും വാച്ച് ചെയ്യുന്ന ചാനലുകളാണ് കേട്ടോ. അനന്തു, അമൽ, അതുപോലെ തന്നെ സ്മൃതി, നമ്മുടെ മൂപ്പൻ, മായ ചിച്ചി, ഇവരുടെയൊക്കെ ചാനലുകൾ കണ്ടതിന് ശേഷമാണ് കേട്ടോ നമ്മൾ റിയാക്ഷൻസ് ഒക്കെ ചെയ്യുന്നത്. 2-3 സീക്രട്ട് ഏജൻറ്റ്, ഒരുവിധപ്പെട്ട എല്ലാ റിയാക്ഷൻ ചെയ്യുന്ന ചാനൽ വേറെ ഉണ്ട്, 2-3 ചാനലിൻ്റെ പേര് വായിൽ വരുന്നില്ല, ഒരു പയ്യൻ്റെയൊക്കെ ഉണ്ട്. നല്ലതുപോലെ അവർ റിയാക്ട് ചെയ്യുന്ന നല്ല ചാനലുകളാണ് കേട്ടോ. അപ്പം ഇതിലെനിക്ക് സ്മൃതിയുടെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. കൈസ്, ഇറ്റ്സ് മീ കൈസ് പറഞ്ഞു, അവരുടെയൊക്കെ നല്ല റിയാക്ഷൻ ചാനലുകളാണ്, നല്ല രീതിയിലാണ് കേട്ടോ അവരൊക്കെ റിയാക്ട് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഒരു മറ്റൊരു മനുഷ്യരെ പറ്റിക്കാതെ ജീവിക്കുന്ന ഒരു ടീംസാണ് കേട്ടോ. കാര്യം ഫാമിലി വ്ളോഗ്സ് ചെയ്യുന്നവരെയല്ല, ഈ പ്രൊമോഷൻ വീഡിയോസ് ചെയ്യുന്നവരെ കുറിച്ച് ഇത് തെറ്റായ രീതിയിൽ പറയല്ല, പ്രൊമോഷൻ ചെയ്യുന്നവരൊന്നും മോശം എന്നല്ല പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വെളുത്ത് തുടുത്ത് വരുമെന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള കളറാണ് നിങ്ങൾ അവിടെ കാണിക്കുന്നത് അല്ലേ. മുടി വളർന്നതായാലും ഈ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്രയും മുടികളിലേക്ക് എന്നൊക്കെ പ്രൊമോഷൻ കൊടുക്കുന്നവരൊന്ന് ചിന്തിക്കണം. ഇത്രയും ഇല്ലാത്ത പൈസയൊക്കെ ഒപ്പിച്ചിട്ട് ഇവരിത് വാങ്ങിക്കുമ്പോൾ ഇതിന് എത്രമാത്രം വിശ്വസിക്കും. നിങ്ങൾ ഉപയോഗിച്ച് ഇത് കറക്റ്റാണ്, ശരിയാണ്, ഇത്ര നിങ്ങൾക്ക് എന്തായാലും സാമ്പിൾ പ്രോഡക്ട്സ് കിട്ടുക. അപ്പോൾ ഒരു 5-6 ദിവസം ഉപയോഗിച്ചിട്ട് ഇതിന് ഇത്രയും മാറ്റങ്ങളുണ്ട്, സ്കിന്നിന് യാതൊരുവിധ പ്രോബ്ലംസ് ഒന്നും ഇല്ല, ഇതിങ്ങനെ പ്രൊമോട്ട് ചെയ്യാം എന്ന് ഉറപ്പ് വന്നിട്ട് മാത്രം നിങ്ങളത് പരിചയപ്പെടുത്തുക. അല്ലാത്തത് നിങ്ങൾ പരിചയപ്പെടുത്താതിരിക്കുക. കാര്യം ലിപ്സ്റ്റിക്കിലൊക്കെ അറിയാം ഒരുപാട് മെർക്കുറി കണ്ടൻറ്റൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്നുണ്ട്. അപ്പം അതുപോലെ സ്കിൻ പ്രോഡക്റ്റിൻ്റെ ഒക്കെ ഒരുപാടുണ്ടല്ലോ, നമ്മുടെ കിഡ്നിയിൽ വരെ ബാധിക്കുന്നത് കൊണ്ട് ഒരുപാട് വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ പ്രോഡക്ട്സിനെ കുറിച്ചല്ല പറഞ്ഞു വന്നത്, ഗെയിമിംഗ് ആപ്പിനെ കുറിച്ചാണ്. ഏത് ആപ്പ് ആയാലും അതിനകത്തൊരു ആപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. എന്തായാലും നമ്മുടെ കാശ് പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ആര് പറഞ്ഞാലും അതിന് എത്രമാത്രം സത്യമുണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം എടുത്തിടുക. ഒരു മനുഷ്യർക്കും ഇന്നൊരു ദിവസം അല്ലെങ്കിൽ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കിന് മാറാനൊന്നും പറ്റില്ല. നമുക്ക് കാശ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, നേരായ രീതിയിൽ പൈസ ഉണ്ടാക്കി നന്നാകണം എന്നുണ്ടെങ്കിൽ അതിനെന്തായാലും നമ്മൾ അത്രമാത്രം എഫേർട്സ് എടുത്തേ പറ്റുള്ളൂ. ആ എഫേർട്സ് എടുക്കാനുള്ള ഒരു താല്പര്യവും എഫേർട്സ് എടുക്കാനുള്ള ഒരു കഴിവും നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ, അതിനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നേറാൻ സാധിക്കും. അല്ലാതെ ഇങ്ങനെയുള്ള ആപ്പിലൊന്നും ചെന്ന് അകപ്പെടാതിരിക്കുക. ഓക്കെ, ഈ സുജിത്തിൻ്റെ ഈ ജസ്റ്റ് ഒരു വീഡിയോ കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് പറയണം തോന്നി, അതുകൊണ്ടാണ് വന്നത്. എൻ്റെ ഒരു കൊച്ചൊരു വീഡിയോ ആണ്. ഈ വീഡിയോ മാക്സിമം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതുതായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.